ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതും മാരുതി ലൈനപ്പിൽ വരുന്ന രണ്ട് വാഹനങ്ങളാണ്. ഒന്ന് ഇഗ്നീസും അതുപോലെ തന്നെ വാഗണാറും. അപ്പോൾ വാഗണാറിന് ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. വർഷങ്ങളായിട്ട് ഇന്ത്യക്കാർ ഒരു ജനപ്രിയ ഹാച്ച് ബാക്ക് മോഡലാണ്. അതും ഒരു ടോൾ ബോയ് ഡിസൈനിൽ വരുന്ന വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാറാണ് എക്കാലത്തും വാഗണാർ. പക്ഷേ ഇഗ്നീസിനെ പറ്റി അങ്ങനെ എല്ലാവർക്കും ഒരു ധാരണയില്ല. ഈ വാഹനം ഏതൊരു കാറ്റഗറി പെടും, ഹാച്ച് ബാക്കിൽ പെടുവോ, ടോൾ ബോയിൽ പെടുവോ, ഇനി അർബൻ SUV ഒന്നും പെടുവോ, ഏതൊരു വിഭാഗത്തിൽ പെടും എന്ന് ആർക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു മോഡലാണ് എക്കാലത്ത് ഇഗ്നീസ്. കഴിഞ്ഞ 5 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള അപ്ഡേഷനോ കാര്യങ്ങളൊന്നും ഇഗ്നീസ് വന്നിട്ടില്ലെങ്കിലും ഇഗ്നീസ് കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ സ്പോർട്ടി ആയിട്ടുള്ള കാറായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട്. അതേസമയത്ത് വാഗണാറിൻ്റെ കാറിലെടുത്ത് വരുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഡൈജസ്റ്റ് ആവുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ്, ഒരു ടോൾ ബോയ് ഡിസൈൻ വരുന്ന, യാതൊരു തലവേന ഉണ്ടാക്കാത്ത നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല എക്കണോമിക്കലായിട്ടുള്ള ഒരു പക്ക കാറായിട്ട് നമുക്ക് വാഗണാറിനെ കാണാം. ഏതൊരു അങ്കിൾമാരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു മോഡൽ വാഗണാറായിരിക്കും. നമ്മുടെയൊക്കെ ഫാമിലി തന്നെ ഒട്ടുമിക്ക എല്ലാ അങ്കിളിൻ്റെയും വാഹനം ഈ വാഗണാറായിരിക്കും. അതിന് കാരണക്കാരൻ അഫോർഡബിൾ ആയിട്ടുള്ള മെയിൻ്റെനൻസ്, വളരെ കുറഞ്ഞ സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ അഫോർഡബിലിറ്റിയാണ് മെയിനായിട്ട്. ഈ രണ്ട് വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം 8 ലക്ഷം രൂപ ബഡ്ജറ്റുള്ളവർക്ക് ഈ കാണുന്ന രണ്ട് വാഹനവും സ്വന്തമാക്കാം. ഇത് വാഗണാറിൻ്റെ ഫുൾ ഓപ്ഷൻ ZXi പ്ലസ് എന്ന വേരിൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇഗ്നീസിൻ്റെ മൂന്നാമത്തെ വേരിൻ്റെ സീറ്റ എന്ന വേരിൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ, ഇതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഇഗ്നീസിൻ്റെ സീറ്റ് എടുത്താൽ കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടുമോ, അതോ വാഗണാറിൻ്റെ ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ, അതുപോലെ തന്നെ കുറച്ചുകൂടെ വലിപ്പം ഫീൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ടത് വാഗണാറിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഡിസൈൻ വൈസും ഫീച്ചേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വാഗണാറിലോട്ട് വരാം. വാഗണാറിലോട്ട് വരുമ്പോൾ ഒരു ഹലാജിയൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റ് ഏരിയ ഒക്കെ വളരെ ചെറിയ ബോണറ്റ് ഏരിയ, പ്രത്യേകിച്ച് ക്യാരക്ടർ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. തൊട്ട് താഴെ നമുക്ക് ഫോഗ് ലാമ്പ് കാണാം. ഗ്രിൽ യൂണിറ്റും വളരെ ചെറിയ ഗ്രിൽ യൂണിറ്റാണ്. അങ്ങനെ എടുത്ത് പറയാൻ ഭയങ്കര ഡിസൈൻ ഗിമിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നേരെ ഇഗ്നീസിൻ്റെ മൂന്നാമത്തെ പേരിൻ്റെ സീറ്റിലോട്ട് വരണമെങ്കിൽ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഒരു യു മൗണ്ടഡ് ഗ്രില്ല് നമുക്ക് കാണാം. അത് ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം ക്രോം എലമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹാലോജൻ ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ് വരുന്നത്. ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ബോണറ്റ് ഏരിയ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ബോണറ്റ് ഏരിയയാണ്. പ്രത്യേകിച്ച് ക്യാരക്ടർ ലൈൻസോ ബൾജിയോ കാര്യങ്ങളൊന്നുമില്ല. തൊട്ട് താഴെ സ്കിപ്പ് ലൈറ്റ് പോലത്തെ ഒരു ഭാഗം എയർ ഡാം യൂണിറ്റിൻ്റെ അവിടെ കൊടുത്തത് ഭംഗിയായിട്ടുണ്ട്. അതൊരു സിൽവർ കളറും കൊടുത്തിട്ടുണ്ട്. വാഗണാറിലോട്ട് വരുമ്പോൾ അത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഡിസൈൻ വൈസ് മുന്നിൽ നിൽക്കുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഓരോരുത്തർക്കും ഒരേ കാഴ്ചപ്പാടാണ്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇഗ്നീസിൻ്റെ ഡിസൈനാണ്. പക്ഷേ വാഗണാർ കാണുമ്പോഴാണ് ഒട്ടും ഒരു വലിപ്പം കുറച്ചുകൂടി ഒരു ടോൾ ബോയ് ഡിസൈനായിട്ടൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. സൈഡ് പ്രൊഫൈൽ എന്തൊക്കെ മാറ്റമാണെന്ന് നോക്കാം. വാഗണാർ നോക്കുമ്പോൾ തന്നെ അറിയാം, ഒറ്റ നോട്ടിൽ തന്നെ പക്ക ടോൾ ബോയ് ഡിസൈനാണ്. നമുക്ക് ആ ഒരു വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യുന്നത് വാഗണാറാണ്. ഇഗ്നീസ് കുറച്ചുകൂടെ ചെറുതായിട്ടൊരു കോമ്പാക്ട് സൈസ് വാഹനമായിട്ട് നമുക്ക് കാണാം. ഒരു ചെറിയ ഒരു മൈക്രോ SUV എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ബോഡി ക്ലാഡിങ് വാഹനത്തിൻ്റെ ചുറ്റും പോകുന്നതായിട്ട് കാണാം. വാഗണാറിൽ അതില്ല. പിന്നെ വാഗണാറിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആയിട്ട് കൂടി വരുന്നത് ഒരു 14 ഇഞ്ച് അലോയാണ്. ഇഗ്നീസിലോട്ട് പോകുമ്പോൾ അതൊരു 15 ഇഞ്ച് അലോയായിട്ട് മാറുന്നുണ്ട്. രണ്ടിലും ബ്ലാക്ക് അലോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസിന് രണ്ടിലും ഡീസൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഗ്നീസിൽ വരുന്നത് 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. വാഗണാറിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല, എങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വാഗണാറിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് റൂഫ് റെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇഗ്നീസിലോട്ട് പോകുമ്പോൾ റൂഫ് റെയിൽ ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന മിററൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. വാഗണാറിലോട്ട് പോകുമ്പോൾ സ്പോയിലറോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് റിയർ സൈഡിൽ വരുന്ന മാറ്റമാണെങ്കിലും സൈഡ് പ്രൊഫൈൽ കണ്ടപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് റിയർ സൈഡിൽ പോയിട്ട് അവിടെ എങ്ങനെയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. റിയർ ഡിസൈൻ നോക്കുമ്പോൾ നമുക്ക് കാണാം, പേഴ്സണലി എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് വാഗണാറിൻ്റെ റിയർ ഡിസൈൻ തന്നെയാണ്. കാരണം ഇഗ്നീസിൻ്റെ റിയർ ഡിസൈനെ പറ്റി പലർക്കും പല അഭിപ്രായമാണ്. എല്ലാവർക്കും ഒറ്റയടിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്ന ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നില്ല. പേഴ്സണലി ഇത് കുഴപ്പം കാണാത്തവർ കാണും, കുഴപ്പമുള്ളവർ കാണും. എങ്കിലും വാഗണാറിൻ്റെ ഡിസൈൻ കാണുമ്പോൾ ആരും തെറ്റ് പറയാത്ത വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റും നല്ല ഗ്ലാസ് ഏരിയയും ഒരു വലിയ വൈപ്പറും വാഗണാറിൻ്റെ ക്രോമിലൊരു ബാഡ്ജിങ്ങും ഒക്കെ കൂടെ കൊടുത്ത് ഒരു ടോൾ ബോയ് ഡിസൈന് ചേരുന്നതായ രൂപഭംഗി എല്ലാം ഒത്തിണങ്ങിയ ഒരു വാഹനം തന്നെയാണ് വാഗണാർ. ഇഗ്നീസിലോട്ട് വരാൻ നേരത്ത് സീറ്റ വേരിയൻറ്റ് മൂന്നാമത്തെ വേരിയൻ്റ് ആണെങ്കിൽ കൂടി ഇതിൽ ഡീഫോഗർ ലൈൻസ്, റിയർ വൈപ്പർ, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്കിപ്പ് ലൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാം വരുന്നില്ല, അത് വാഗണാറിലും വരുന്നില്ല. അത് അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്യണം നിങ്ങൾ. ആ ഷോറൂമിൽ തന്നെ നമുക്ക് വെച്ചിറക്കാവുന്നതാണ്. നമുക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ഏതൊരു ഹാച്ച് ബാക്ക് നമ്മൾ ആഗ്രഹിക്കുന്നൊരു സ്പേസ് ഇഗ്നീസിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ വാഗണാറിലോട്ട് വരുമ്പോഴാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇതിന് കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ട്രോളി ബാഗ് വെക്കാനും കുറച്ചുകൂടെ കൂടുതൽ ലഗേജ് കയറ്റാനും എന്തുകൊണ്ടും വാഗണാർ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അവിടുത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാഗണാർ ZXi പ്ലസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ഇന്റീരിയറിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഇപ്പോഴത്തെ പല വാഹനങ്ങളും റിവ്യൂ ചെയ്തിട്ട് നമ്മൾ ഫുൾ ഓപ്ഷനാണ്, ടോപ്പ് എൻഡ് ആണ്, ഭയങ്കര എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ് പാക്ഡ് ആയിരിക്കും, ഫുള്ളി ലോഡഡ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇതിനകത്ത് ഒരു സാധാരണ ഫാമിലിക്ക് പക്ക ഒരു സാധാരണക്കാരന് യൂസ് ചെയ്യാൻ വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാത്രമാണ് കമ്പനി നൽകിയിരിക്കുന്നത്. കാരണം വാഗണാർ എന്ന പേരിനോട് എപ്പോഴും നമ്മൾ നീതി പുലർത്തണം. കാരണം
അങ്കിൾമാർക്കൊക്കെ പൊതുവെ അങ്ങനെ ഘനഗംഭീര ഫീച്ചേഴ്സിനോടും താല്പര്യമില്ല. അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കണം, ഒക്കെ പ്രാക്ടിക്കൽ ആയിരിക്കും. ഇപ്പം ഡോറ് തന്നെ നല്ല വൈഡായിട്ട് തുറക്കാവുന്ന ഡോറ്, ഏകദേശം 90 ഡിഗ്രി തുറക്കാം. തുറന്നകത്ത് കയറിയിരിക്കുമ്പോൾ നടന്ന് വീട്ടിലോട്ട് കയറുന്ന പോലെയാണ്. നമുക്ക് നടന്നകത്തോട്ട് കയറാം, അത്രയും കംഫർട്ടബിൾ ആണ്. നല്ല ഹെഡ് സ്പേസ്, നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ഒരു റൂമി ഫീൽ ലഭിക്കുന്ന ഒരു ഇന്റീരിയർ ആണ്. സ്റ്റിയറിംഗ് വീലൊക്കെ ഒരു സാധാരണ മറ്റുള്ള ഒരു സ്റ്റിയറിംഗ് വീല്, അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ. ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ മീറ്റർ കൺസോൾ കാണാം, അവിടെ അത്യാവശ്യം വേണ്ടി ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിലും തരക്കേടില്ല, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഓഡിയോ, മീഡിയ, ഫോൺ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നൽകുന്ന ചെറിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അവിടെ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ നൽകിയിട്ടില്ല, പാർക്കിംഗ് സെൻസർ മാത്രമേ ഉള്ളത്, കമ്പനി തന്നെ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം വാഗണാർ ഇപ്പം ഏറ്റവും പുതിയ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി 6 എയർ ബാഗും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഇവിടെ കാണാം. ഒരു വൈറ്റും ബ്ലാക്കും കൂടെ വരുന്ന ഒരു കളറിൽ വരുന്ന സീറ്റാണ്, നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റാണ്. ഫാബ്രിക് അപ്പോൾസറിയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ധാരാളം സ്റ്റോറേജ് സ്പേസ്, ഒരു 1 ലിറ്റർ ബോട്ടിൽ ഹോട്ട് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. എന്തുകൊണ്ടും ആംബ്രസ്റ്റ് കൊടുത്തിട്ടില്ല. സൈഡ് ഡോർ പാഡിലോട്ട് വരുമ്പോഴും ഇവിടെ നമുക്ക് കൺട്രോൾസും കാരണം മിററും ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അത് അഡ്ജസ്റ്റ് ചെയ്യാനും 4 ഡോർ പവർ വിൻഡോയും ഇവിടെയും ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് മിററും കാര്യങ്ങളൊന്നുമില്ല, വലിയൊരു സൺവൈസ് കൊടുത്തിട്ടുണ്ട്. അവിടെ മിററും കാണാൻ അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ് ഏരിയയാണ്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഫീലാണ്, നല്ല വിസിബിലിറ്റിയാണ്, നല്ല സീറ്റ് ഹൈറ്റ് ഉള്ളൊരു വാഹനം കൂടിയാണ് മാരുതി സുസുക്കി വാഗണാർ. അപ്പോൾ നമുക്ക് ഇനി ഫീച്ചേഴ്സ് കുറച്ചൊക്കെ ആഗ്രഹിക്കുന്നവർ, കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ളവർക്ക് പറ്റിയൊരു വാഹനമാണ് ഇഗ്നീസ് എന്ന്. ഇഗ്നീസിന്റെ ഇന്റീരിയർ കയറുമ്പോൾ നമുക്ക് വ്യക്തമാവും. ഇഗ്നീസിന്റെ 3ാമത്തെ വേരിയന്റുമായിട്ട് ഇത് കമ്പാരിസൺ പിടിക്കാനുള്ള. ഇഗ്നീസിന്റെ ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പ്രൈസ് ഡിഫറൻസും വരും, അതുപോലെ തന്നെ ഫീച്ചേഴ്സിൽ കാര്യമായിട്ടുള്ള മാറ്റവും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വേരിയന്റാണ് സീറ്റ വേരിയന്റ്, 3ാമത്തെ വേരിയന്റ്. അപ്പോൾ ഇഗ്നീസിന്റെ ഇന്റീരിയർ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാരുതിയുടെ പല വാഹനങ്ങൾ റിവ്യൂ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നമാണ്, കാരണം എല്ലാത്തിൻ്റെ ഇന്റീരിയർ ഏകദേശം ഒരുപോലെ ഇരിക്കുമല്ല എന്നുള്ളൊരു മടുപ്പുണ്ട്. അപ്പോൾ കുറച്ചുകൂടി യുണീക്ക് ആയിട്ടുള്ള വാഹനം ഓൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇഗ്നീസിൽ കയറുമ്പോൾ ആ പരാതി അങ്ങ് മാറി കിട്ടും. കാരണം മാരുതിയുടെ മറ്റൊരു വാഹനത്തിലും ഇല്ലാത്തൊരു ഇന്റീരിയറാണ് ഇഗ്നീസിൽ നൽകിയിരിക്കുന്നത്. ഈ വൈറ്റ് കളർ കുറച്ച് യൂസ് ചെയ്യാൻ പാടാണെങ്കിൽ കൂടി ഒരു പ്രത്യേകതയുണ്ട്. ഈ AC വെന്റ് ആണെങ്കിലും ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് പോലൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ഡാഷ്ബോർഡ് ഏരിയയാണ്. സ്ക്രീനൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതാണെങ്കിലും വളരെ യുണീക്ക് ആയിട്ടുള്ള പല എലമെന്റ്സും നമുക്ക് മാരുതി സുസുക്കി ഇഗ്നീസിൽ കാണാം. കാരണം ഇതൊരു ഇന്റർനാഷണൽ മോഡലാണ്, മാരുതി സുസുക്കി നെക്സ ലൈനപ്പിൽ വരുന്ന മോഡലാണ് എന്നൊക്കെ പല പ്രത്യേകതയുണ്ട്. പിന്നെ ഇതിൽ കീലെസ് എൻട്രി 3ാമത്തെ വേരിയന്റ് തൊട്ട് തന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. മറ്റേ താക്കോലിട്ട് തിരിക്കണം, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, റിക്വസ്റ്റ് ബട്ടൺ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് കയറി വരുമ്പോൾ തന്നെ. പിന്നെ ബാക്കിയെല്ലാം നോർമലി വാഗണാറിൽ കണ്ട പോലെ തന്നെ മിറർ ഫോൾഡിങ്, 4 ഡോർ പവർ വിൻഡോ, അതിൽ കണ്ട സെയിം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വിത്ത് 4 സ്പീക്കർ, 2 ട്യൂട്ടേഴ്സ്. റിവേഴ്സ് ക്യാമറ ഇതിന് നൽകിയിട്ടില്ല, പാർക്കിംഗ് സെൻസർ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസിന് 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. ആംറസ്റ്റ് ഇതിനും നൽകിയിട്ടില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ഫ്രണ്ട് ഇന്റീരിയർ പറയാനായിട്ട്. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ കാണാം, അതും വളരെ സ്പോർട്ടി ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും കൊള്ളാം. മാനുവലി തന്നെ കൺട്രോൾ ചെയ്യാവുന്ന AC കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ അടുത്ത വരുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് AC കൂടെ അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ റിയർ സീറ്റിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് വാഗണാറിന് ഇന്ത്യയിലോട്ട് ഇതുപോലെ തന്നെ നടന്ന് കയറാം. പല തട്ടൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കുഞ്ഞു കുമ്പിടിയൊന്നും വേണ്ട. നടന്നും കയറിയിരിക്കുമ്പോൾ ഇഷ്ടം പോലെ ഹെഡ് സ്പേസ്. ചെറിയ പിള്ളേർക്കൊക്കെ എഴുന്നേറ്റ് നിന്നാൽ പോലും തല തട്ടത്തില്ല, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. റിയറിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കുക. ഒരു ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർ എപ്പോഴും വാഗണാറിൽ 5 പേരൊക്കെ തിക്കിക്കൊള്ളിച്ച് പോയാലും ഒരു പ്രശ്നമില്ലെന്നാണ് പറയേണ്ടത്. നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഡോറൊക്കെ വൈഡായിട്ട് തന്നെ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ കാണാം, ഡോർ പാഡ്, ഫോറിനോടെ കൺട്രോൾസ് കാണാം. അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ കൂടി ഇൻ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, റിയർ AC വെന്റ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതൊന്നും നൽകിയിട്ടില്ല. എങ്കിലും സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വാഗണാർ വരുത്തിയിട്ടില്ല. നമുക്ക് ഇഗ്നീസിൻ്റെ റിയർ സീറ്റിൽ ഇരുന്നിട്ട് അവിടെ എങ്ങനെയാണോ ജസ്റ്റ് നോക്കാം. ഇഗ്നീസിൻ്റെ റിയർ സീറ്റിലോട്ട് നമുക്ക് പ്രവേശിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തല കുനിക്കണം. വാഗണാറിലോട്ട് ഓടിച്ചാടിപ്പോൾ കയറുന്ന പോലെ കയറിയ തല മുട്ടും. എങ്കിലും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് സ്പേസ് ഉണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ ബോട്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം, പവർ വിൻഡോയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ ഗ്ലാസ് ഏരിയ വാഗണാറോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇഗ്നീസിന് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ ചെറിയായിട്ടൊരു ക്രാംഡ് ആയിട്ടുള്ള ഫീൽ ഉണ്ട്. പിന്നെ 4 പേർക്കായിരിക്കും സുഖമായിട്ടിരിക്കുക. 5-ാമതിലേക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും, എങ്കിലും വിഷയമില്ല എന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് 2 ഓടിച്ചിട്ട് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. 2ലും 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പക്ഷേ വാഗണാർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു 5 സ്പീഡ് AMD വരുന്ന മോഡലും ഇത് 5 സ്പീഡ് മാനുവലാണ്. അപ്പം ഓട്ടോമാറ്റിക് എടുക്കാൻ നിൽക്കുന്നവർക്കും എങ്ങനെ ഉണ്ടെന്നറിയാം, മാനുവൽ എടുക്കാൻ നിൽക്കുന്നവർക്കും എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഇഗ്നീസ് നമുക്ക് ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇഗ്നീസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മാനുവൽ മോഡലാണ്. വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ്, വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈസി ടു ഹാൻഡിലാണ്. ഇഗ്നീസ് പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ഒക്കെ എടുത്ത് ലേഡീസിന് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ്. നമുക്ക് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. അധികം വലിപ്പവും ഇല്ല, നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇവിടെ നിന്നൊക്കെ ഇരുന്ന് മുമ്പോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ്. നമുക്ക് റോഡൊക്കെ കണ്ട് നല്ല
ഓരോ കുഴി വെണ്ണിയെടുത്ത് പോകുന്ന അത്രയും വിസിബിലിറ്റി ഉള്ള വാഹനമാണ്. ആഹാ, ബട്ടർ സ്മൂത്ത് എന്നാണ് പറയേണ്ടത്. ഒരു രക്ഷയില്ല. ഗിയർ ഷിഫ്റ്റ് ആണെങ്കിലും വാഹനത്തിൻ്റെ ആ എഞ്ചിൻ ഒരു എഫേർട്ടും എടുക്കുന്നില്ല. കാരണം 1200 cc അങ്ങനെ നിൽക്കുകയല്ലേ, അതും ഈ ചെറിയ വാഹനത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് ഒരു വേറെ തന്നെയാണ്. ഓട്ടോമാറ്റിക് ഒന്നും എടുക്കണമെന്ന് പോലും നമുക്ക് ഇതിൻ്റെ മാനുവൽ എടുക്കും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് നമ്മളിപ്പോൾ വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാനുവൽ ഓട്ടോമാറ്റിക് തമ്മിലുള്ള കമ്പാരിസൺ തന്നെയാണ്. മാനുവൽ ഓടിക്കാൻ തീരെ മടുപ്പനുഭവിക്കേണ്ട കാര്യമില്ല. കാരണം യാതൊരു എഫേർട്ടും ഇല്ല. ഈ എഫേർട്ട് കുറഞ്ഞു കിട്ടാനാണല്ലോ നമ്മൾ ഓട്ടോമാറ്റിക് എടുക്കുന്നത്. കാരണം ക്ലച്ച് താങ്ങാൻ വയ്യ, ഗിയർ മാറാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ മാനുവൽ ഓടിച്ച് ഞങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല. നല്ല രസമുണ്ട്. എന്താ ഹാൻഡ്ലിംഗ് ഒക്കെ ആണെങ്കിലും തന്നെ പക്കയാണ്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സിറ്റി ഡ്രൈവിനും അതേപോലെ തന്നെ ലോങ് ഡ്രൈവിനും പറ്റിയൊരു വാഹനമാണ്. ഇനി പെർഫോമൻസ് ഉണ്ടാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ്. വളരെ പെപ്പിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ സ്പോർട്ടി ആയിട്ട് വയലിഞ്ച് കയറി പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും. സസ്പെൻഷനും തരക്കേടില്ല, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണെന്നാണ് പറയേണ്ടത്. ഒരു പോരായ്മ ഇഗ്നിസ് ഓടിച്ചു കഴിഞ്ഞാൽ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡിസൈൻ വൈസ് നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായം കാണുമെങ്കിൽ കൂടെ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് നിങ്ങളെ വീഴ്ത്തിക്കളയും എന്നാണ് പറയേണ്ടത്. ജസ്റ്റ് ഒന്ന് കാലുകൊടുത്ത് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വാഹനം കയറി വരും. നല്ല ഹരം കൊണ്ട് ഓടിക്കാനും കൂടെ പറ്റിയൊരു വാഹനം കൂടെയാണ് മാരുതി സുസുക്കി ഇഗ്നിസ്. അപ്പോൾ വാഗണാറിൻ്റെ ഡ്രൈവിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. സെയിം എഞ്ചിൻ തന്നെ വരുന്ന 4 സിലിണ്ടർ എഞ്ചിൻ, 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. പക്ഷേ ഇതിൽ വരുന്ന ഒരു AMD ഗിയർ ബോക്സ് ആണ്. ഇതിൽ മാനുവലും കിട്ടും. നമ്മുടെ ഇവിടെ ഇന്നുള്ളത് AMD ആണ്. ഇത് നമ്മൾ നേരെ ഡ്രൈവിലോട്ട് കെട്ടുക, ഇരുന്നങ്ങ് ഓടിക്കുക. കാരണം കുറച്ചുകൂടെ ഹൈറ്റിലിരിക്കുന്ന ഒരു ഫീല് പെട്ടെന്ന് ഇഗ്നിസിൽ നിന്ന് വാഗണാറിലോട്ട് കയറിയപ്പോൾ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് വാഗണാർ ഓടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നുണ്ട്. ബാക്കിലോട്ടൊക്കെ നോക്കുമ്പോഴും ഒരു വലിയ വാഹനം കൊണ്ടു നടക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. അത് തീർച്ചയായിട്ടും വാഗണാറിൻ്റെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണാം. പെർഫെക്റ്റ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനല്ല. AMD 5 സ്പീഡ് AMD ആണ് വരുന്നത്. AMD-യുടേതായ ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിൽ AMD ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. വളരെ സ്പോർട്ടി ആയിട്ട് തന്നെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വാഹനം തന്നെയാണ് വാഗണാർ എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല. കാരണം കാല് കൊടുത്ത വലിയ കയറി പോവുകയും ചെയ്യും. സസ്പെൻഷനൊക്കെ കൊള്ളാം. ആഹാ, ഇങ്ങനെ പഴയ ബോട്ടൊക്കെ പോണ കണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് ഏകദേശം തീർന്നു. ഇപ്പം എന്തായാലും കുറേ നാളായി എറണാകുളത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ആ പഴയ പവറൊക്കെ ഒന്ന് തിരിച്ചു പിടിച്ചിട്ട്. എന്ത് ചെയ്യാൻ, പുതിയ വണ്ടിയൊക്കെ വരണ്ടേ. മാനുഫാക്ചേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതും ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഇരിക്കുന്നവർക്ക് പൊതുവേ കണ്ടന്റ് ഒന്നുമില്ല. നമുക്ക് കിട്ടാവുന്ന ഷോറൂംസിൽ നിന്നെല്ലാം പരമാവധി നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട്. പിന്നെ എല്ലാ ആഴ്ച ഓരോ വീഡിയോ ഇടുന്ന കറക്റ്റായിട്ട് ഇടുന്നതുകൊണ്ടും ഞായറാഴ്ച ദിവസമാകുമ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ ഇല്ലെങ്കിൽ എന്നൊരു കുറവുള്ള പോലെയാണ്. അത് ഇന്ന് വരെ ദൈവം സഹായിച്ച് ഇന്ന് വരെ തെറ്റിയിട്ടില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു കമ്പാരിസൺ വീഡിയോ മൈജി ഒന്ന് പിടിച്ച് അവസാനിപ്പിച്ച്. അപ്പോൾ 8 ലക്ഷം രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ മാരുതി ലൈനപ്പിലൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ വരാവുന്ന 2 വാഹനങ്ങളാണ് വാഗണാറും ഇഗ്നിസും. രണ്ടിലും ഒരേ എഞ്ചിൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ. അതും ഒരു 5 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ രണ്ടിലും ഒരു 5 സ്പീഡ് AMD ഓട്ടോമാറ്റിക്കും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ടെസ്റ്റ് ഡ്രൈവും ബുക്കിംഗ് ഒക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൈജോ മോട്ടോഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുണ്ടന്നൂരുള്ള അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.